അഹങ്കാരമുള്ള മനസ്സിലൊരിക്കലും ഈശ്വരൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയില്ല. ഇന്ന് മനുഷ്യൻ തൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് അഹങ്കാരമുണ്ട്, എന്നാൽ തൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് ജ്ഞാനമില്ല. നമ്മുടെ അഹങ്കാരത്തെ അതിജീവിക്കണമെങ്കിൽ ഒരു സദ്ഗുരുവിനെ ആശ്രയിക്കുക തന്നെ വേണം. ഒരു ഗ്രാമത്തിൽ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. പല ശാസ്ത്രങ്ങളും അദ്ദേഹത്തിന് ഹൃദിസ്ഥമായിരുന്നു. ഭഗവാനെ വർണ്ണിക്കുമ്പോൾ ശ്ലോകങ്ങൾ തന്നെ വാണിയിലൂടെ ഒഴുകുമായിരുന്നു. എന്നാൽ ഞാൻ ആധ്യാത്മപാതയിൽ വളരെ ഉയർന്നവനും ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തനുമാണ് എന്നുള്ളൊരു അഹങ്കാരം ആ പണ്ഡിതനുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ അദ്ദേഹം ഒരു മഹാത്മാവിനെ കാണാനിടയായി. പണ്ഡിതൻ മഹാത്മാവിനോട് ചോദിച്ചു, ഇനി എന്തെങ്കിലും എനിക്ക് പഠിക്കാൻ ബാക്കിയുണ്ടോ? മഹാത്മാവ് പറഞ്ഞു, അങ്ങ് വലിയ പണ്ഡിതനാണെന്ന് അറിയാം, എന്നാൽ ഒരു കാര്യം കൂടെ അങ്ങക്ക് പഠിക്കാനുണ്ട്. എനിക്കത് അങ്ങക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. അടുത്ത ഗ്രാമത്തിൽ പലവചനങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ട്. ആ കടക്കാരനെ സമീപിച്ചാൽ നിങ്ങൾക്ക് കണ്ട പാഠങ്ങൾ അവിടെ നിന്ന് കിട്ടിക്കൊള്ളും. ഒട്ടും വൈകാതെ തന്നെ പണ്ഡിതൻ ആ കടയിൽ ചെന്നു. കടക്കാരനൊരു വൃദ്ധനായിരുന്നു. അദ്ദേഹത്തിന് അക്ഷരാഭ്യാസം പോലും ഇല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം ആ സാധനം മേടിക്കാൻ കുറിപ്പ് കൊണ്ടുവരുന്നവരോട് ഈ കടക്കാരൻ പറയും, നിങ്ങളത് വായിച്ച് കേൾപ്പിക്കൂ. പണ്ഡിതൻ ചിന്തിച്ച്, ആദ്യാക്ഷരങ്ങൾ പോലും അറിയാത്ത ഒരാളാണോ എന്നെ പഠിപ്പിക്കാൻ പോകുന്നത്? വെറുതെ എൻ്റെ സമയം പാഴായെന്ന് പണ്ഡിതൻ ചിന്തിക്കുകയാണ്. പണ്ഡിതനെ കണ്ടപ്പോൾ താൻ വന്ന കാര്യം എന്താണെന്ന് ആ പലവന്തനം വിൽക്കുന്ന വൃദ്ധൻ ചോദിച്ചു. അവിടെയുള്ള മഹാത്മാവ് നിങ്ങളുടെ അടുത്ത് വരാൻ എന്നെ അയച്ചതാണെന്ന് ഈ പണ്ഡിതൻ വൃദ്ധനോട് പറഞ്ഞു, കടക്കാരനോട് പറഞ്ഞു. പലവന്തനം വയ്ക്കുന്ന വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അക്ഷരാഭ്യാസമില്ലാത്ത ഞാൻ പണ്ഡിതനായ അങ്ങ് എന്ത് പഠിപ്പിക്കാനാണ്? എന്തായാലും പണ്ഡിതൻ അങ്ങ് വന്നില്ലേ, വന്ന സ്ഥിതി കുറച്ചു നേരം കടയിൽ ഇരുന്നിട്ട് പിന്നെ തിരിച്ചു പോവാം എന്ന് പറഞ്ഞു. കടയിൽ പല നിറങ്ങളുള്ള കുപ്പികൾ കണ്ടിട്ട്, ഈ കുപ്പികളിൽ അങ്ങ് എന്താണ് വെച്ചിരിക്കുന്നതെന്ന് പണ്ഡിതൻ ഈ കടക്കാരനോട് ചോദിക്കുകയാണ്. കടക്കാരൻ ഉടനെ മറുപടി പറഞ്ഞു, ആദ്യം കാണുന്ന കുപ്പിയിൽ ഉപ്പാണ്, രണ്ടാമത്തെ കുപ്പി മഞ്ഞപ്പൊടിയാണ്, മൂന്നാമത്തേത് മല്ലിപ്പൊടിയാണ്, നാലാമത്തേത് മുളക് പൊടിയാണ്. അവസാനത്തെ കുപ്പി എത്തിയപ്പോൾ ആ കടക്കാരനായ മുപ്പലാൻ പറഞ്ഞു, ഇതിൽ കൃഷ്ണനാണുള്ളതെന്ന്. പണ്ഡിതൻ ആശ്ചര്യത്തോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ പറയുന്നത്? വൃദ്ധൻ പുഞ്ചിരിയോട് പറഞ്ഞു, കാരണം ഈ കുപ്പി ഒഴിഞ്ഞു കിടക്കുകയാണ്. ഞാനൊരു പാത്രം ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറയില്ല, അതിൽ കണ്ണനുണ്ടെന്നേ പറയുള്ളൂ. കാരണം എവിടെ ഒഴിഞ്ഞ സ്ഥലമുണ്ട് അവിടെയല്ലേ ഭഗവാന് തങ്ങാൻ കഴിയുന്നത്. ഈ കുപ്പികൾ നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമാണ്. ആ ദുശ്ചിന്തകളും ദുർവാസനകളും നിറഞ്ഞിരിക്കുമ്പോൾ അവിടെ ഈശ്വരന് സ്ഥാനമില്ലാതാകും. എന്നാൽ അവ നീങ്ങിപ്പോയാൽ സ്വാഭാവികമായും ഈശ്വരൻ അവിടെ പ്രകാശിക്കും. ഇപ്പം നിങ്ങളുടെ മനസ്സ് പാണ്ഡിത്യ ഗർവം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതൊഴിയാതെ നിങ്ങൾക്ക് ഈശ്വരനെ അറിയാൻ കഴിയില്ല. ഈ വാക്കുകൾ കേട്ട് പണ്ഡിതന് അത്ഭുതം തോന്നി. മഹാത്മാവ് തന്നെ കടക്കാരൻ്റെ അടുത്തേക്ക് അയച്ച എന്തിനാണെന്ന് പണ്ഡിതന് മനസ്സിലായി. അദ്ദേഹം ആ പലവ്യഞ്ജനം വെക്കുന്ന കടക്കാരൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. തനിക്ക് ശാസ്ത്രജ്ഞാനം ഉണ്ടായിരുന്നു, എന്നാൽ തൻ്റെ അഹങ്കാരത്തെക്കുറിച്ചുള്ള ജ്ഞാനമില്ലായിരുന്നു. അഹങ്കാരമുള്ള മനസ്സിലൊരിക്കലും ഈശ്വരൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയില്ല. ഇന്ന് മനുഷ്യൻ തൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് അഹങ്കാരമുണ്ട്, എന്നാൽ തൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് ജ്ഞാനമില്ല. നമ്മുടെ അഹങ്കാരത്തെ അതിജീവിക്കണമെങ്കിൽ ഒരു സദ്ഗുരുവിനെ ആശ്രയിക്കുക തന്നെ വേണം.